സംസാരിക്കുമോ? യെസ്. അതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ പ്രൂഫ് എന്താണ്? ശമൂവേലിനോട് സംസാരിച്ചു. എപ്പോഴാണ് സംസാരിച്ചത്? ഒരു കുട്ടിയായിരുന്നപ്പോൾ സംസാരിച്ചു. എപ്പോഴാണ് സംസാരിച്ചത്? അവൻ കിടന്നുറങ്ങിയപ്പോൾ സംസാരിച്ചു. എപ്പോഴാണ് സംസാരിച്ചത്? ദൈവദാസന്മാർ അധപ്പതിച്ചു പോയിരുന്നപ്പോൾ സംസാരിച്ചു. 1 ശമൂവേൽ 2 അധ്യായം 1 വാക്യത്തിൽ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു എന്ന് കാണുന്നു. ദർശനം ഏറെ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവർ ആ കാലത്ത് കുറവായിരുന്നു. ദൈവത്തോട് ഭക്തിയില്ല, ദൈവത്തോട് ഭയമില്ല, ദൈവവചനത്തിന് വില കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു മാതാവ് തൻ്റെ മകനെ ആത്മീയതയിൽ വളർത്തി, ദൈവത്തിന് പ്രസാദമുള്ളവനാക്കി വളർത്തി, ദൈവത്തിൻ്റെ സ്വരത്തെ കേൾക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ശ്രേഷ്ഠമായ ആത്മീയതയിൽ ആ മകനെ വളർത്തി. ആ കൊച്ചു ബാലൻ്റെ ആത്മീയത കണ്ടുകൊണ്ട് ദൈവം സന്തോഷിച്ചിട്ട് ആ കൊച്ചു ബാലനോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. സംസാരിച്ചു. ദൈവം തന്നെ ഇറങ്ങി വന്നു. 90 വയസ്സ് പ്രായമുള്ള ഏലിയോട് ദൈവം ആ കാലത്ത് സംസാരിക്കുന്നില്ല. ഏലിയുടെ പുത്രന്മാരോട് ദൈവം സംസാരിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ ആത്മീയ ജീവിതം മന്ദീഭവിച്ചിരിക്കുന്നു, ദൈവത്തിന് എതിരായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരോട് സംസാരിക്കുന്നില്ല. ഇനി വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിക്കുക. നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ ബലഹീനമായിരിക്കുകയാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കില്ല. നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കില്ല. ഒരു വശത്ത് ആത്മീയനായി കാണപ്പെടുകയും മറുവശത്ത് പാപം ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കില്ല. ആരാണോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കുന്നത്, അവരോട് മാത്രമേ ദൈവം സംസാരിക്കൂ. അന്ന് ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. ബൈബിളിൽ പറയുന്നു, ദൈവം ശമൂവേലിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവന് പ്രത്യക്ഷനായി ദൈവം അവനോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു എന്ന് വിശദമായി പരിശോധിക്കാം. എപ്പോഴാണോ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചത്, ദൈവം തന്നെ തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് സംസാരിച്ചുകൊണ്ട് താൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് ശമൂവേലിനെ അറിയിച്ചതിന് ശേഷം ബൈബിളിൽ കുറച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 3 അധ്യായം 15 വാക്യം. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. രാത്രി എന്താണ് സംഭവിച്ചത്? ദൈവം പ്രത്യക്ഷനായി. രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ദൈവം തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ ദൈവം തന്നെ ഇറങ്ങി വന്ന് സംസാരിച്ചതിന് ശേഷം രാവിലെ ആയപ്പോൾ എന്താണ് ചെയ്തത്? പറയൂ, എന്തു ചെയ്തു? എല്ലാ ദിവസവും എന്താണോ ചെയ്തു വരുന്നത് അത് തന്നെ ചെയ്തു. രാത്രിയിൽ ഒരു അത്ഭുതം നടന്നു. ഒരു ആശ്ചര്യകാര്യം സംഭവിച്ചു. സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കുന്നതായ ഒരു അനുഭവമുണ്ടായി. തൻ്റെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതൊരു മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. നനയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ അന്ന് ശമൂവേൽ രുചിച്ചറിഞ്ഞു. എന്നാൽ അടുത്ത ദിവസം എന്താണ് ചെയ്തത്? പതിവ് പോലെ എന്നും ഏതു രീതിയിലാണോ ആലയത്തിൻ്റെ വാതിലുകൾ വന്ന് തുറക്കുന്നത്, എല്ലാ ദിവസവും താൻ ഏത് പണിയാണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തു. ഒരു മാറ്റവും ശമൂവേലിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഈ അത്ഭുതകരമായ ആത്മീയത നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ്. ദൈവം തന്നെ ഇറങ്ങി വന്നിട്ടും, ദൈവം തന്നെ സംസാരിച്ചിട്ടും, ദൈവശബ്ദത്തെ അവൻ തിരിച്ചറിഞ്ഞിട്ടും ശമൂവേലിൽ യാതൊരുവിധമായ നിഗളവും കാണുന്നില്ല. യാതൊരു തരത്തിലുള്ള അഹംഭാവവും കാണുവാൻ കഴിയുന്നില്ല. നമ്മൾ ചിലർക്ക് ഒരു ജോലി കിട്ടിയാൽ മതി, മാറിപ്പോകും. ഒരു കാറ് വാങ്ങിച്ചാലോ നടപ്പിൽ തന്നെ മാറ്റമുണ്ടാകും. ആ കാറിൻ്റെ അരികിലേക്ക് നടക്കുന്ന സമയത്ത് നോക്കണം, എത്ര വലിയ മാറ്റമാണ്. അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിച്ചാൽ മതി, പിന്നെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നു. സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഷധാരണത്തിൽ പോലും മാറ്റങ്ങളുണ്ടാകുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ രുചിച്ചറിയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, മാറ്റങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ പാടില്ല.
മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി ലളിതമായി ഞങ്ങളോട് സംസാരിച്ചു തോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിതയ്ക്കപ്പെട്ട ഈ വചനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിഗളത്തിന് ഇടം കൊടുക്കാതെ, അഹങ്കാരത്തിന് ഇടം കൊടുക്കാതെ, നീ ഞങ്ങളെ ഉയർത്തും തോറും അനുഗ്രഹിക്കും തോറും കർത്താവേ, ഞങ്ങൾ നിഗളിക്കാതെ എളിമയോടെ താഴ്മയോടെ ജീവിക്കുവാനുള്ളതായ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ ഞങ്ങൾക്കറിയാവുന്നതായ സത്യത്തെ ഒളിച്ചു വയ്ക്കാതെ ധൈര്യത്തോടുകൂടി പത്രോസിനെ പോലെ നശിച്ചു പോകുന്നതായ മനുഷ്യരെ രക്ഷിക്കുന്ന രക്ഷകനായ കർത്താവുണ്ട് എന്ന് ശക്തമായി വിളിച്ചു പറയുവാൻ കഴിയുന്ന കൃപ തരണമേ. നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.